ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. വെള്ളം കുടിക്കുന്നത് എന്തുമാത്രം പ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒന്ന് പോയി കഴിഞ്ഞാൽ, വെള്ളം മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മൊത്തം മാറത്തില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യം നടക്കില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കുന്നുണ്ട് എന്ന് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. വെള്ളമായിട്ടല്ലാതെ പല രീതിയിൽ നമുക്ക് കുടിക്കാൻ എല്ലാവർക്കും അറിയാം. ഏതൊക്കെ രീതിയിൽ കുടിക്കാറുണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ പല ആൾക്കാരും വെള്ളം കുടിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ്, അല്ലേ? നമ്മൾ കറക്റ്റ് സമയത്ത് ഒരുപക്ഷെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിച്ചെന്നിരിക്കും, എങ്കിലും നമുക്ക് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്ത് വെള്ളം കുറയുമ്പം വെള്ളം മാത്രമായിട്ടല്ല കുറയുന്നതെന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോൾട്സ്, ഇലക്ട്രോലൈറ്റ്സ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. അത് യൂറിനിൽ കൂടെ പോവും, സ്വെറ്റിൽ കൂടെ, വേർപ്പിലൂടെ പോവും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോവും. പക്ഷെ വെള്ളം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോലൈറ്റ്സും പോവും. അപ്പോൾ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം നമ്മുടെ ശരീരം വെളിയിലോട്ട് സിംറ്റംസ് ആയിട്ട് കാണിക്കും. അതെങ്ങനെയൊക്കെ കാണിക്കാം? ചിലപ്പം ക്ഷീണമായിട്ടായിരിക്കാം, തലവേദനയായിട്ടായിരിക്കാം, വയറ്റുവേദനയായിട്ടായിരിക്കാം, ദാഹം ഇല്ലായ്മയായിട്ടായിരിക്കാം. അത് പല രീതിയിൽ നമ്മുടെ ശരീരം എക്സിബിറ്റ് ചെയ്യും എന്നുള്ള കാര്യം മറക്കാതിരിക്കും. ചിലപ്പോൾ അത് ക്രാമ്പായിരിക്കും, ഓക്കെ. ചിലപ്പോൾ അത് കോൺസെൻട്രേഷൻ കിട്ടാത്തതായിരിക്കും, ലെഥാർജി ആയിട്ടായിരിക്കാം, മടിയായിട്ടായിരിക്കാം. അത് പല രീതിയിൽ കാണിക്കാം, ഓക്കെ. അപ്പം നമ്മൾ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, പക്ഷെ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റ്സും കൂടെ ആഡ് ചെയ്ത് കുടിക്കണം, ഓക്കെ. അപ്പം നമുക്കത് പല രീതിയിൽ നമുക്കത് അവൈലബിൾ ആണ്. ഈ ഒരു സോഴ്സ് നാച്ചുറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് വാട്ടർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, എസ്പെഷ്യലി കരിക്കും വെള്ളം, അതിനകത്തൊക്കെ ഇഷ്ടംപോലെ പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം DNA, ന്യൂക്ലിയസ് ഒക്കെ ഉള്ളതാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇലക്ട്രോലൈറ്റ്സ് അവൈലബിൾ ആകുന്നതാണ്. അതുകൂടാതെ നമുക്ക് കരിമ്പിൻ ജ്യൂസ്, നാരങ്ങ വെള്ളം, മോര് ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇലക്ട്രോലൈറ്റ്സ് മാത്രമല്ല, പ്രോബയോട്ടിക്സ് കാര്യങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നമുക്ക് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം വെള്ളം നമ്മൾ കുടിക്കുന്നത് വെള്ളം മാത്രമായിട്ടല്ല, പക്ഷെ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോലൈറ്റ്സും കൂടെ കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും ഈ കുപ്പിയിൽ വരുന്ന വെള്ളം കുടിക്കാറുണ്ടല്ലേ? എസ്പെഷ്യലി സിറ്റീസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുപ്പിയിൽ ഉള്ള വെള്ളം വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് ഡിപ്പെൻഡായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കുപ്പിയിൽ വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതിനകത്തുള്ള കാൽഷ്യം, മഗ്നീഷ്യം, ബാക്കിയുള്ള മിനറൽസ് കാര്യങ്ങൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്തുനിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഇലക്ട്രോലൈറ്റ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അത് ബാക്കി ഫുഡിൽ കൂടെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം അത് അത്ര എഫക്റ്റീവായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ സിംറ്റംസ് വെളിയിലോട്ട് പ്രകടമാവുന്നത് ഒരുപക്ഷെ നല്ല കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ, കാരണം ഇതെല്ലാം ഓരോ പ്രോസസ്സിന് വേണ്ടതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് എൻസൈംസ് ഉണ്ടാക്കാനായിട്ട്, ദഹനം നല്ലോണം നടക്കാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവാനായിട്ട്, മെമ്മറി ഉണ്ടാവാനായിട്ടൊക്കെ പല പ്രവർത്തനങ്ങൾ, പല ഹോർമോൺസ്, പ്രോട്ടീൻസിൻ്റെ വർക്ക് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിൽ ഈ ഒരു ഘടകങ്ങൾ, മിനറൽസ്, ഇലക്ട്രോലൈറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പലതിൻ്റെ ഫങ്ഷൻ, ലിവറിൻ്റെ ഫങ്ഷൻ, കിഡ്നിയുടെ ഫങ്ഷനൊക്കെ വ്യതിചലനം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയുള്ള കാര്യം, നമ്മൾ കഴിക്കുമ്പം, വെള്ളം കുടിക്കുമ്പം തീർച്ചയായിട്ടും വെള്ളം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോലൈറ്റ്സും കൂടെ ആഡ് ചെയ്ത് കുടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് കരിക്കും വെള്ളം ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, നാച്ചുറലായിട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ORS എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. എപ്പോഴും നമുക്കിത് മേടിച്ച് കുടിക്കുന്നത് പോസിബിൾ അല്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത് വളരെയധികം പ്രാധാന്യമാണ്. ചൂടുള്ള സമയങ്ങളിൽ, സമ്മർ സീസണിൽ ഇത് തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ്. തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള ടോക്സിൻസിനെ റിലീസ് ചെയ്യാൻ പക്ഷേ പറ്റിയെന്ന് വരത്തില്ല. ദാഹം മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ സിംറ്റംസും കൂടെ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് കിഡ്നിയിലും ലിവറിലുമാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്നത്. ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം,
നമ്മുടെ ശരീരത്തിനകത്തെ മൂവ്മെൻറ്റ് നടക്കാനായിട്ട്, മസിൽ മൂവ്മെൻറ്റ് നടക്കാനായിട്ട്, ATPയുടെ ട്രാൻസ്ഫർ നടക്കാനായിട്ട് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം, അതായത് നെർവ്സ് കറക്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട്, ബ്രെയിൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇലക്ട്രോലൈറ്റ്സ്. നാച്ചുറലായിട്ട് നമുക്കിത് ലെമൺ വാട്ടറിൽ കിട്ടും, ടെൻഡർ കോക്കനട്ട് വാട്ടർ കരിക്കും വെള്ളത്തിൽ കിട്ടും. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഹോമിയോപ്പതിയിലെ പെൻഡാഫോസ് ഒക്കെ വളരെയധികം നല്ലതാണ്. നാട്രം മ്യൂർ വളരെയധികം നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഈ സാഷയിലൊക്കെ വരുന്ന ORS കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനർജി ഡ്രിങ്ക്സ് കാര്യങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇലക്ട്രോലൈറ്റ്സ് അല്ല കൂടുന്നത്, ഷുഗർ ആയിരിക്കും കൂടുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിലോ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങൾ ആണെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കുക, മനസ്സിലാക്കുക, ലിസൺ ചെയ്യുക. ഓക്കെ, അത് ദാഹത്തിൻ്റെ രീതിയിലാണോ പറയുന്നത്, ക്ഷീണത്തിൻ്റെ ഒരു രൂപത്തിലാണോ, ഫെറ്റീഗാണോ, ക്രാമ്പാണോ, എന്തായിട്ടാണ് നമ്മളോട് പറയുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, രാവിലെ എണീറ്റ ഉടനെ അല്പം കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഒരു എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് സ്വെറ്റിങ് അല്ലേ, യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ കുറച്ച് വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പിങ്ക് സോൾട്ടോ എന്തെങ്കിലും ചേർക്കുന്നത് മിനറൽസ് നമ്മുടെ ശരീരത്തിന് പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും. സോ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക, വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫാണ്. പക്ഷേ ലൈഫിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഉണ്ടാക്കുന്നത്, എനർജി കൊടുക്കുന്നത് ഈ ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റ്സും കൂടെ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ വളരെ നല്ലതാണ്. സോ ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നല്ലോണം വെള്ളം കുടിക്കുക, ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ വെള്ളം തീർച്ചയായിട്ടും നാച്ചുറലായിട്ടുള്ള രീതിയിൽ കുടിക്കുക. ഹോമിയോപ്പതിയിൽ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നാട്രം മ്യൂർ, പെൻഡാഫോസ്, സുഷ്ലർ സോൾട്സ് പോലുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്, ബെനിഫിഷ്യലാണ്.